അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനഭാഗത്ത് ഈശോ ഒരു കുഷ്ഠരോഗിയെ സ്പർശിച്ച് തൽക്ഷണം അവന് സൗഖ്യം നൽകുന്നതായി നാം വായിക്കുന്നു. ഈ സംഭവത്തിലൂടെ ഈശോയുടെ കാരുണ്യത്തിന്റെ മുഖമാണ് നമ്മൾ ഇന്ന് കാണുക. പഴയ നിയമത്തിൽ മോശയുടെ നിയമം അനുസരിച്ച് കുഷ്ഠരോഗികൾ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവരായിരുന്നു. അവരെ സ്പർശിക്കുന്നവർ അശുദ്ധരാകുമായിരുന്നു. എന്നാൽ ഈശോയ്ക്കുണ്ടായിരുന്ന അനുകമ്പയും കരുണയും ഈ നിയമങ്ങൾക്കെല്ലാം അതീതമായിരുന്നു. അതുകൊണ്ടാണ് തന്റെ സൗഖ്യത്തിന്റെ കരങ്ങൾ നീട്ടി ഈശോ അവനെ സുഖപ്പെടുത്തുവാൻ മനസ്സ് കാണിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും ശരീരത്തിനും മനസ്സിനും സൗഖ്യം ആവശ്യമുള്ളവരാണ്. ആ കുഷ്ഠരോഗി പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കുമെന്ന് നമുക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അതുപോലെ നമുക്ക് ചുറ്റും സ്നേഹിക്കപ്പെടാതെയും സമൂഹത്തിൽ ഒറ്റപ്പെട്ടും അവഗണിക്കപ്പെട്ടും മാനസികമായി തകർന്നു കഴിയുന്ന എല്ലാവരെയും ഈശോയുടെ കരുണാതുര സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.